Tenses Academy, an institute for your future. Hi viewers, welcome back to another video of Tenses Academy. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റീഡിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം റീഡിങ്ങിനകത്ത് പാർട്ട് സിയിൽ നമുക്ക് പ്രത്യേകിച്ചും റിസർച്ച് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എക്സാമ്പിൾ ലൈക്ക് വാട്ട് ക്യാൻ ബി അസ്യൂംഡ് അബൌട്ട് ദ റിസർച്ച് ഇൻ ദിസ് പാരഗ്രാഫ്. സോ ഇവിടെ നമ്മളോട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? സോ നമുക്ക് എന്താണ് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമുക്കൊരു റിസർച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ നിന്നും നമുക്ക് ആ പാരഗ്രാഫിൽ ആ റിസർച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിൽ നിന്നും നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരഗ്രാഫിലേക്ക് പോകാം. അപ്പം പാരഗ്രാഫിൽ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രം സാമ്പിൾസ് ടേക്കൺ ബൈ സ്വാബിംഗ് ദ ബിയേർഡ്സ് ഓഫ് 20 men. സോ 20 മെന്നിൽ നിന്ന് അവരെന്ത് ചെയ്തു? സ്വാബിംഗ് വഴി സാമ്പിൾസ് കളക്ട് ചെയ്തു. ഡോക്ടർ റോബർട്ട്സ് ആൻഡ് ഹിസ് ടീം, സോ സ്റ്റഡി കണ്ടക്ട് ചെയ്ത് ഡോക്ടർ റോബർട്ടും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുമാണ് അല്ലെങ്കിൽ ടീമുമാണ് റിസർച്ചേഴ്സിൻ്റെ. വെർ ഏബിൾ ടു ഗ്രോ മോർ ദാൻ 100 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ ഓവർ ജസ്റ്റ് എ 4-week പീരിയഡ്. സോ അതിനുശേഷം എന്താ പറഞ്ഞിരിക്കും? സോ ആ റിസർച്ചേഴ്സിന് ജസ്റ്റ് 4 മാസം കൊണ്ട് അവരെന്ത് ചെയ്തു? അവർക്ക് 100 സ്ട്രെയിൻസ്, 100 സ്ട്രെയിൻസ് അല്ലെങ്കിൽ ഇനം ബാക്ടീരിയാസിനെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റി? അവർക്ക് ഗ്രോ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. നെക്സ്റ്റ് അതിനുശേഷം ദേ ടെസ്റ്റഡ് ദ ബാക്ടീരിയ അഗെയിൻസ്റ്റ് ഇൻഡിക്കേറ്റർ സ്ട്രെയിൻസ് ഓഫ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ. അവരത് എന്തുമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി? അവരുദ്ദേശിക്കുന്ന ഇനത്തിലുള്ള ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയയുമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. സോ അതിനുശേഷം പിന്നെ അവിടെ ആരാണ് സംസാരിച്ചിരിക്കുന്നത്? ഡോക്ടർ റോബർട്ട്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. വാട്ട് വി ഡു ഈസ് ഗ്രിഡ് ഔട്ട് ദ ബാക്ടീരിയ ഓൺ ആൻ അഗാർ പ്ലേറ്റ് വിച്ച് ഹാസ് ബീൻ ഇനോക്കുലേറ്റഡ് വിത്ത് ആൻ ഇൻഡിക്കേറ്റർ സ്ട്രെയിൻ. സോ അപ്പോൾ അത് അവരെന്താ പറഞ്ഞിരിക്കുന്നത്? സോ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു? ഈ ബാക്ടീരിയാസിനെ പ്രസൻറ്റ് ചെയ്തു ഒരു അഗാർ പ്ലേറ്റിൽ. സോ അതിനുശേഷം അതിന് മുമ്പായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു ബാക്ടീരിയയ്ക്ക് ഇൻഡിക്കേറ്റർ സ്ട്രെയിനെ ഞങ്ങൾ എന്ത് ചെയ്തായിരുന്നു? ഇൻജെക്റ്റ് ചെയ്തായിരുന്നു. നമുക്ക് ഇനോക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻജെക്റ്റ് ചെയ്തായിരുന്നു എന്ന് നമ്മളോട് പറഞ്ഞു. സോ അവരെങ്ങനെയാണ് ആ ടെസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് പിന്നീട് അവർ ബ്രീഫ്ലി നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിലേറ്റഡ് ടു റിസർച്ച് എന്ത് കാര്യമാണ് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ അതിനുശേഷം അവരെന്താ പറഞ്ഞത്? ആൻഡ് ദെൻ വി സി, അതിനുശേഷം ഞങ്ങൾ നോക്കി ഇഫ് ദാറ്റ് ഇൻഡിക്കേറ്റർ സ്ട്രെയിൻ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഇനം ബാക്ടീരിയ ക്യാൻ ഗ്രോ റൈറ്റ് അപ്പ് ടു ദ ഇൻഡിവിജ്വൽ കോളോണീസ് ഓഫ് ദ ബിയർഡ്സ്, ആ കറക്റ്റ് പ്ലേസിൽ വളരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഞങ്ങൾ നോക്കി. അതല്ലെങ്കിൽ ഫ്രം എനിവെയർ, വേറെ എവിടെയെങ്കിലും എൽസ് ദാറ്റ് വി ഹാവ് ഗോട്ട് ദിസ് ബാക്ടീരിയ ഫ്രം, ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന, ഞങ്ങൾ ടെസ്റ്റിന് വേണ്ടി സ്വാബ് ചെയ്ത് ഞങ്ങളെടുത്ത ആ ഒരു സാമ്പിൾ അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് ഈ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഞങ്ങൾ നോക്കി. സോ ഈ ഒരു കാര്യമാണ് റിലേറ്റഡ് ടു റിസർച്ച് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ സീ ദ ഓപ്ഷൻസ്. എങ്ങനെയാണ് ഓപ്ഷനെ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് വാസ് വെൽ തോട്ട് ഔട്ട്. സോ വെൽ തോട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏറെ ചിന്തിച്ച് ചെയ്യുന്ന ഒരു കാര്യം അല്ലേ? ദാറ്റ് ഈസ് പ്ലാൻഡ് അല്ലേ? നമ്മൾ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ റിസർച്ച്. അത് പക്ഷേ നമുക്ക് ഇതിനകത്ത് എന്താ വന്നിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾ സ്വാബിങ് ചെയ്തു, അതിനുശേഷം ജസ്റ്റ് 4 ആഴ്ച കൊണ്ടാണ് ഇത് ഞങ്ങൾ എന്ത് ചെയ്തത്? ഗ്രോ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. സോ ഇവിടെ നമുക്ക് പ്ലാനിങ്ങിൻ്റേതായിട്ടുള്ള യാതൊരു ഓപ്ഷൻസും അല്ലെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഹിൻറ്റുകളും നമുക്ക് തന്നിട്ടില്ല. എന്നാലോ വളരെ പെട്ടെന്ന് എന്നുള്ളൊരു മീൻ ചെയ്യുന്ന ജസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, വെറും 4 ആഴ്ച കൊണ്ട് എന്ന് അല്ലേ? സോ ദാറ്റ് മീൻസ് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ പ്ലാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്തായിരുന്നു? ദ പ്രോസസ് വാർ മോർ കോംപ്ലെക്സ് ദാൻ യൂഷ്വൽ. സോ ഇവിടെ ഒരു കമ്പാരിസൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് കോംപ്ലെക്സ്, യൂഷ്വൽ. സോ ഈ 2 രീതിയിലുള്ള കമ്പാരിസൺ ആണ്. പക്ഷേ നമുക്കിവിടെ ഈ ഒരു പാരഗ്രാഫിനകത്ത് യാതൊരു തരത്തിലുള്ള കമ്പാരിസണേയും നമുക്ക് കൊണ്ടുവന്നിട്ടില്ല. യൂഷ്വൽ ആണെന്നോ കോംപ്ലെക്സ് ആണെന്നോ. സോ ഈ 2 തരത്തിലുള്ള കമ്പാരിസൺസും നമുക്ക് കാണിച്ചിട്ടില്ല. സോ വിൽ ഗോ ടു ദി തേർഡ് ഓപ്ഷൻ. ദ സ്വാബിംഗ് വാസ് തറോ. സോ ഈ സ്വാബിംഗ് വാസ് തറോ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ദാറ്റ് ഇസ് ഡീറ്റെയിൽഡ് അല്ലേ? ഞങ്ങൾ സ്വാബിംഗ് കളക്ട് ചെയ്ത് സാമ്പിൾസ് ത്രൂ സ്വാബിംഗ് ആണ് ഞങ്ങൾ ചെയ്തത്. സ്വാബിംഗ് വഴി കളക്ട് ചെയ്യുമായിരുന്നു സാമ്പിൾസ്. പക്ഷേ അത് വളരെ ഡീറ്റെയിൽഡ് ആണ്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ലൈനിൽ തന്നെ എന്താണ്? ഫ്രം സാമ്പിൾസ് ടേക്കൺ ബൈ സ്വാബിംഗ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അതെങ്ങനെ കളക്ട് ചെയ്തു എന്നുള്ളൊരു കാര്യമോ അതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷനോ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് ഡി ഓപ്ഷനാണ് ദ എമൗണ്ട് ഓഫ് ബാക്ടീരിയ. സോ ബാക്ടീരിയയുടെ എമൗണ്ട് എന്ന് പറയുന്നത്, സോ നമ്പേഴ്സ് അല്ലേ, വാസ് അൺഫോർസീൻ. അൺഫോർസീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് സർപ്രൈസിങ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം. സോ അപ്പോൾ അത് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഏത് ലൈനാണ് നമുക്കുള്ളത് അല്ലെങ്കിൽ ഏത് സെൻറ്റൻസ് ആണ്? സോ നമ്മളോട് പറയുന്നുണ്ട് ഡോക്ടർ റോബർട്ട്സ് ആൻഡ് ഹിസ് ടീം ഓഫ് റിസർച്ചേഴ്സ് വെർ ഏബിൾ ടു ഗ്രോ മോർ ദാൻ 100 സ്ട്രെയിൻസ്. സോ ദാറ്റ് മീൻസ് 100 ഇനം ബാക്ടീരിയാസിനെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റി? അതിൽ നിന്നും എടുക്കാനായിട്ട് പറ്റി. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ബാക്ടീരിയ. ഇനി ഓവർ എ ജസ്റ്റ്
4-week പീരിയഡ്, 4 ആഴ്ച കൊണ്ട്, വെറും 4 ആഴ്ച കൊണ്ട്. സോ ആ ഒരു എക്സ്പ്രഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയുമല്ലേ വെറും 4 ആഴ്ച കൊണ്ടാണ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് ഈസ് സർപ്രൈസിങ്, കുറച്ച് സർപ്രൈസിങ് ആണ്, അത്രയും പെട്ടെന്നായിരുന്നു ആ ഒരു വളർച്ച എന്ന് നമ്മൾ പറയും അല്ലേ. സോ അപ്പോൾ ആ ഒരു മീനിങ് ആണ് നമ്മുടെ ഓപ്ഷൻ ഡിക്ക് വരുന്നത്. നമ്മുടെ ബാക്ടീരിയയുടെ എമൗണ്ട് എന്ന് പറയുന്നത് അത് ഗ്രോ ചെയ്ത അല്ലെങ്കിൽ ആ ഗ്രോ ചെയ്ത സമയം എന്ന് പറയുന്നത് ജസ്റ്റ് 4 ആഴ്ച കൊണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ബാക്ടീരിയ വാസ് എന്തായിരുന്നു? അൺഫോർസീൻ. സോ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് 4 week, ദാറ്റ് ഈസ് സർപ്രൈസിങ്. സോ ജസ്റ്റ് എന്നുള്ളതാണ് അവിടെ എന്തിനെ ഫ്രേസ് ചെയ്തിരിക്കുന്നത്? അൺഫോർസീൻ എന്നുള്ളൊരു വേർഡിനെ ഫ്രേസ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഓരോ റിസർച്ച് പാർട്ടുകൾ നമ്മൾ എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ വായിക്കുക. അതോടൊപ്പം തന്നെ ഓരോ ഓപ്ഷൻ്റെയും മീനിങ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പാർട്ട് സിയെ നമുക്ക് ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാഡമി. Tinsies Academy, an institute for your future.